ഓം നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയുമോർക്കിൽ നീ. ആത്മഭാവങ്ങളെ ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം തൊഴിൽ സ്വാതന്ത്ര്യവും വാസനയും. ഇഷ്ടം പോലെയുള്ള ജോലിയെടുക്കുവാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം. എല്ലാവർക്കും എന്ത് പഠിക്കുകയും ശീലിക്കുകയും ചെയ്യുവാൻ വിരോധം ഉണ്ടായിരിക്കരുത്. പ്രിയരെ, വൈക്കം സത്യാഗ്രഹ കാലത്ത് ഒരു ഭക്തനുമായി സംഭാഷണം നടത്തുന്നതിനിടയിൽ ഗുരുദേവൻ പറഞ്ഞതാണിത്. കരകൌശല വസ്തുക്കളുടെ പ്രദർശനവും വിൽപ്പനയും നടക്കുന്ന പട്ടണത്തിലെ ഒരു പ്രധാന ഹാളിലേക്ക് നിരവധി സന്ദർശകരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളെയും മുതിർന്നവരെയും വളരെയധികം ആകർഷിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന ധാരാളം വസ്തുക്കൾ അവിടെയുണ്ട്. ആൾക്കൂട്ടത്തിൽ താരതമ്യേന തിരക്ക് കുറവുള്ള ഒരു സ്റ്റാളിൽ മണ്ണുകൊണ്ടുള്ള വിവിധയിനം ഉൽപ്പന്നങ്ങൾ നിരത്തിവെച്ചിരിക്കുന്നു. മൺകലം, മൺകൂജ, മൺകുടം, മൺചട്ടി, മൺചിരാതുകൾ, മറ്റിനങ്ങളിലുള്ള മൺപാത്രങ്ങൾ എന്നൊക്കെ വേർതിരിച്ചറിയുന്ന ആ മണ്ണുൽപ്പന്നങ്ങൾ കാണുന്നവരും വിലപേശുന്നവരും വാങ്ങുന്നവരും അല്പം പോലും ശ്രദ്ധിക്കാത്തതായ ഒരു വസ്തുവും ഒരറ്റത്ത് ഇരിക്കുന്നുണ്ട്. ആർക്കും വേണ്ടാത്തതായി അവശേഷിച്ചിരിക്കുന്ന ആ വസ്തുവാകട്ടെ ഒരു കുട്ടയിൽ നിറച്ചുവച്ചിരിക്കുന്ന കളിമണ്ണായിരുന്നു. പലരും വലിയ വില കൊടുത്ത് പലതും വാങ്ങിയപ്പോൾ ഒരാൾ ഏറ്റവും വിലക്കുറവുള്ള ആ കളിമണ്ണ് സ്വന്തമാക്കി. അത് കണ്ട മറ്റുള്ളവർ അയാളെ കളിയാക്കുകയും തിരുമണ്ടനെന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്തു. അപ്പോൾ അയാൾ വളരെ ശാന്തചിത്തനായി അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാം വാങ്ങിയത് ഓരോ തരം മൺവസ്തുക്കൾ മാത്രമാണ്. കൂജ വാങ്ങിയവന് അതുകൊണ്ട് കുടത്തിന്റെയോ, ചിരാതു വാങ്ങിയവന് അതുകൊണ്ട് കൂജയുടെയോ, ചട്ടി വാങ്ങിയവന് അതുകൊണ്ട് കലത്തിന്റെയോ ഉപയോഗം നടത്താനാവില്ല. എന്നാൽ ഞാൻ വാങ്ങിയത് നിങ്ങൾ വാങ്ങിയ എല്ലാ വസ്തുക്കളെയും ഒന്നിച്ചാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാ വസ്തുക്കളുടെയും ഉപയോഗം കൊണ്ടുള്ള പ്രയോജനം അനുഭവിക്കാനാണ്. സ്നേഹപൂർവ്വം, രഞ്ജൻ, കയനാടത്ത്.